പ്രിയ കുട്ടികളെ, നമ്മൾ രസതന്ത്രത്തിലെ മൂന്നാമത്തെ 10ാം ക്ലാസ്സിലെ രസതന്ത്രം ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഏതാണ് മൂന്നാമത്തെ ചാപ്റ്റർ? ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്നുള്ളതാണ്. അതിലെ 4ാമത്തെ ക്ലാസ്സാണിത്. നമ്മളിതിൽ ലോഹങ്ങളുടെ ജലവുമായിട്ടുള്ള പ്രവർത്തനം പഠിച്ചു, ലോഹങ്ങളുടെ വായുവുമായിട്ടുള്ള പ്രവർത്തനം പഠിച്ചു, ലോഹങ്ങളുടെ ആസിഡുമായിട്ടുള്ള പ്രവർത്തനം പഠിച്ചു, പിന്നെ ക്രിയാശീല ശ്രേണി എന്താണെന്ന് പഠിച്ചു. ലോഹങ്ങളെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് ക്രിയാശീല ശ്രേണി എന്ന് പഠിച്ചു. ക്രിയാശീല ശ്രേണിയിൽ ലോഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന ക്രിയാശീല ശ്രേണി പഠിച്ചു. കുട്ടികളോട് ഇത് പറ്റുമെങ്കിൽ മനപ്പാഠം പഠിച്ചു വയ്ക്കാൻ പറഞ്ഞു. ഓർഡർ: പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നുള്ള ഓർഡർ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞു. നമ്മൾ ആദേശ രാസപ്രവർത്തനമാണ് പഠിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? കോപ്പർ, സിങ്ക് കോപ്പർ സൾഫേറ്റിൽ മുക്കി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? സിങ്ക് ക്രിയാശീല ശ്രേണിയിൽ മുകളിലാണ്. സിങ്കിന് കോപ്പറിനേക്കാൾ ക്രിയാശീലം കൂടുതലാണ്. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യുന്നു? കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ആദേശം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ആദേശ രാസപ്രവർത്തനം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചു. സിങ്ക് കോപ്പർ സൾഫേറ്റിൽ മുക്കി വയ്ക്കുന്നത്. പുതിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കോപ്പർ ദണ്ട് സിൽവർ നൈട്രേറ്റ് ലായനിയിൽ മുക്കി വയ്ക്കുന്നു. അതാണ് പുതിയ ആദേശ രാസപ്രവർത്തനത്തിന് മറ്റൊരു ഉദാഹരണം. കോപ്പർ ദണ്ട് അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ് സിൽവർ നൈട്രേറ്റ് ലായനിയിൽ മുക്കി വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കോപ്പറിനെ സിൽവർ നൈട്രേറ്റ് ആണ്. സിൽവർ നൈട്രേറ്റിൻ്റെ ലവണലായനിയിൽ നിന്ന് സിൽവറിനെ ആദേശം ചെയ്യാൻ സാധിക്കുമോ? എങ്ങനെയാണ് സാധിക്കുമെന്നറിയാം. കോപ്പറാണോ സിൽവറാണോ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ? കോപ്പറിനാണോ സിൽവറിനാണോ ക്രിയാശീലം കൂടുതൽ? ക്രിയാശീല ശ്രേണി ഓർമ്മയുണ്ടാവണം കുട്ടികൾക്ക്. നോക്കൂ, കോപ്പറാണോ സിൽവറാണോ മുകളിൽ? കോപ്പറാണ് മുകളിൽ. അതുകൊണ്ട് കോപ്പറിന് എന്ത് പറ്റും? സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ആദേശം ചെയ്യാൻ കോപ്പറിന് സാധിക്കും. കോപ്പറിനാണ് ക്രിയാശീലം കൂടുതൽ. കോപ്പറിന് എന്ത് സാധിക്കും? സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ആദേശം ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കോപ്പർ മുകളിലുള്ള ലോഹത്തിനാണ് ക്രിയാശീലം കൂടുതൽ. ആ ക്രിയാശീലം കൂടിയ ലോഹ ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും, സിൽവറിന് വിട്ടുകൊടുക്കും. സിൽവർ നൈട്രേറ്റ് ലായനിയിൽ കോപ്പർ തകിടിട്ട് വെച്ചാൽ എന്താ സംഭവിക്കുക? നമ്മൾ വിക്ടേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടു, ഈ എക്സ്പെരിമെൻ്റ് കണ്ടു. ആ കോപ്പർ മുക്കി വെച്ചിരിക്കുന്ന കോപ്പറിൻ്റെ മേലൊക്കെ എന്ത് പറ്റി? സിൽവറിൻ്റെ ഒരു കോട്ടിങ്, വെള്ളിയുടെ ഒരു കവറിങ്, വെള്ളി പൂശിയ പോലെ വെള്ളിയുടെ ഒരു കവറിങ് ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. സിൽവർ നൈട്രേറ്റ് ലായനിയിൽ കോപ്പർ തകിടിട്ട് വെച്ചാൽ കോപ്പറിന് മുകളിൽ സിൽവർ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം പരിശോധിക്കുക. ഏതിലാണ് മുക്കി വച്ചിരിക്കുന്നത്? സിൽവർ നൈട്രേറ്റിൽ. ഏതാണ് മുക്കി വച്ചിരിക്കുന്നത്? കോപ്പർ. അപ്പോൾ എന്തുണ്ടാവുക? ക്രിയാശീലം കൂടുതൽ കോപ്പറിനാണ്. അപ്പോൾ കോപ്പറിന് എന്ത് സാധിക്കും? സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ആദേശം ചെയ്യാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്തർത്ഥം? സിൽവറിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ആര് വരും? കോപ്പർ വരും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? സിൽവർ നൈട്രേറ്റ് എന്നുള്ളത് കോപ്പർ നൈട്രേറ്റും സിൽവർ ഒറ്റയ്ക്കാവും. കോപ്പർ നൈട്രേറ്റ് സിൽവറിന് ആദേശം ചെയ്തവിടെ കോപ്പർ നൈട്രേറ്റ് ആവും. അപ്പോൾ CuNO3 ട്വൈസ് പ്ലസ് Ag. ഇനി അപ്പോൾ 2AgNO3 പ്ലസ് Cu ഗീവ്സ് CuNO3 ട്വൈസ് പ്ലസ് Ag 2Ag. ക്രിയാശീല ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനം വിശദീകരിക്കൂ എന്ന് പറഞ്ഞാൽ, ഇനി ഈ സിൽവർ നൈട്രേറ്റിൽ കോപ്പർ മുക്കി വെച്ചിരിക്കുന്നു. കോപ്പർ സിൽവർ നൈട്രേറ്റിൽ കോപ്പറാണ് ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ. കോപ്പറിനാണ് സിൽവറിനേക്കാൾ കോപ്പറാണ് ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ. കോപ്പറിനാണ് സിൽവറിനേക്കാൾ ക്രിയാശീലം കൂടുതൽ. അതുകൊണ്ട് കോപ്പർ സിൽവർ നൈട്രേറ്റിൽ നിന്നും സിൽവറിനെ ആദേശം ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ AgNO3 പ്ലസ് Cu ഗീവ്സ് CuNO3 പ്ലസ് Ag. ഈ രാസസമവാക്യത്തെ ഓക്സീകരണ സംഖ്യ നൽകി പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ
കോപ്പർ ആറ്റായിട്ട് നിൽക്കുമ്പോൾ കോപ്പറിൻ്റെ ഓക്സീകരണ സംഖ്യ 0. ഇനി കോപ്പറിന് 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കാൻ സാധിക്കുക. പക്ഷേ സിൽവറിന് ഇവിടെ Ag+1 എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം? ഒരു സിൽവറിന് 1 ഇലക്ട്രോണോ വേണ്ടോ? 0 ആവാൻ, ആറ്റായിട്ട് മാറാൻ. സിൽവർ അയോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? Ag+1 ആണ് സിൽവർ അയോൺ. അപ്പോൾ സിൽവർ ആറ്റാവണമെങ്കിൽ +1 ആണുള്ളൂ. അപ്പോൾ എത്ര ഇലക്ട്രോണിനെയാണ് വേണ്ടോ? 1 ഇലക്ട്രോണിനെയാണ് വേണ്ടോ. അപ്പോൾ Ag+1 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് Ag ആയി മാറുന്നു. പക്ഷെ കോപ്പറിന് 2 ഇലക്ട്രോണിനെ കൊടുക്കണം. അപ്പോൾ ഒരു Agക്ക് 1 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോപ്പറിന് 2 ഇലക്ട്രോണിനെ കൊടുക്കണമെങ്കിൽ എത്ര Ag വേണം? 2 സിൽവർ വേണം. കോപ്പർ കൊടുക്കുന്ന 2 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ 2 സിൽവർ വേണം. അപ്പോൾ 2AgNO3 ഗീവ്സ്. കോപ്പറിന് ആറ്റായിരിക്കുമ്പോൾ ഓക്സീകരണ സംഖ്യ 0 ആയിരുന്നു. 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുമ്പോൾ Cu2+. ഒരു Ag 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുള്ളൂ. 2 Ag 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് Ag ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ Agയുടെ ഓക്സീകരണ സംഖ്യ 0. 2 Ag വേണം 2 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ. ഈ രാസസമവാക്യത്തെ ഓക്സീകരണ സംഖ്യ നൽകി പൂർത്തിയാക്കുക. നമ്മളിപ്പോൾ കൊടുത്തു അല്ലേ? Agക്ക് +1 ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 0 എന്ന് വരണം. അപ്പോൾ Agക്ക് +1 ആണെങ്കിൽ NO3ക്ക് -1. ഇനി കോപ്പറിനെ ആറ്റായിരിക്കുമ്പോൾ 0, 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുമ്പോൾ കോപ്പർ 2+. ഇനി ഒരു Ag 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ 2 Ag ആണ് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് 0 ആണ് അതിൻ്റെ ഓക്സീകരണ സംഖ്യയായി മാറി. ഇവിടെ ഓക്സീകരണം സംഭവിച്ച ലോഹം ഏത്? എന്താണ് ഉണ്ടായത്? ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇവിടെ ഓക്സീകരണം സംഭവിച്ച ലോഹം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഓക്സീകരണം? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? കോപ്പറാണ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. കോപ്പറാണ് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് 2+ ആയത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഓക്സീകരണം. എങ്ങനെ പറയാം? കോപ്പറിൻ്റെ ഓക്സീകരണ സംഖ്യ 0-ൽ നിന്ന് +2 കൂടി. കോപ്പറിന് എന്ത് സംഭവിച്ചു? ഓക്സീകരണം സംഭവിച്ചു. ഇവിടെ ഓക്സീകരണം സംഭവിച്ച ലോഹം ഏതാണ്? കോപ്പർ. നിരോക്സീകരണം സംഭവിച്ച ലോഹം എന്ന് ചോദിച്ചാൽ എന്താണ് നിരോക്സീകരണം? ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ആരാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചത്? Agക്ക് +1 ആയിരുന്നു. ഇലക്ട്രോണിനെ സ്വീകരിച്ചപ്പോൾ അത് Ag ആയിട്ട് മാറി അല്ലേ? അപ്പോൾ Ag സിൽവറാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? Agയുടെ സിൽവറിൻ്റെ ഓക്സീകരണ സംഖ്യ +1-ൽ നിന്ന് 0-ലേക്ക് കുറഞ്ഞു. സിൽവറിന് എന്ത് സംഭവിച്ചു? നിരോക്സീകരണം സംഭവിച്ചു. നിരോക്സീകരണം സംഭവിച്ച ലോഹം ഏതാണ്? സിൽവർ. ഓക്സീകരണ സമവാക്യവും നിരോക്സീകരണ സമവാക്യവും എഴുതി നോക്കൂ. ഓക്സീകരണം എന്ന് പറഞ്ഞാൽ കോപ്പർ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതാണ് ഓക്സീകരണം. അപ്പോൾ Cu ആറ്റായിട്ട് നിൽക്കുമ്പോൾ ഓക്സീകരണ സംഖ്യ 0 ഗീവ്സ്. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Cu2+ +2 ഇലക്ട്രോൺ. ഇനി നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ആരാണ് സ്വീകരിക്കുന്നത്? സിൽവർ. Ag+. പക്ഷേ കോപ്പർ എത്ര ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നുണ്ട്? 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നുണ്ട്. ഒരു Agക്ക് 1 ഇലക്ട്രോണോ വേണ്ടോ? അപ്പോൾ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കണമെങ്കിൽ എത്ര സിൽവർ വേണം? ഒരു സിൽവറിനെ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റൂ. 2 ഇലക്ട്രോണിനെ സ്വീകരിക്കണമെങ്കിൽ 2 സിൽവർ വേണം. അപ്പോൾ 2Ag+ +2 ഇലക്ട്രോൺ പ്ലസ് സിൽവർ കോപ്പർ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag. 2Ag ആറ്റാവുമ്പോൾ ഓക്സീകരണ സംഖ്യ 0. ഇതാണ് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്സീകരണം എന്ന് പറഞ്ഞ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം. കോപ്പർ 2 ഇലക്ട്രോണിന് വിട്ടുകൊടുത്ത് Cu2+ ആകുന്നു. നിരോക്സീകരണം എന്ന് പറഞ്ഞ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനം. Ag+. സിൽവറിന് 1 ഇലക്ട്രോണാണ് വേണ്ടോ. കോപ്പർ കൊടുത്ത 2 ഇലക്ട്രോണിനെ സ്വീകരിക്കണമെങ്കിൽ 2 Ag+ വേണം. 2 Ag+ +2 ഇലക്ട്രോൺ 2 Ag. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താ അപ്പോൾ ഒരു കാര്യം ചെയ്യും കുട്ടികൾ, ആദേശരാസപ്രവർത്തനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, എഴുതിയതാണ്. നോട്ട് ബുക്കിൽ പേജ് നമ്പർ 51 ഇട്ടിട്ട് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഒരു ഉദാഹരണം കൂടി, ആദേശ രാസപ്രവർത്തനത്തിന് ഒരു ഉദാഹരണം ഏതാണ്? ഈ ഇക്വേഷൻ എഴുതാം.
ഈ ഇക്വേഷൻ എഴുതുക 2AgNO3 + Cu. എന്നിട്ട് ഇതിലെ ഈ ഓക്സീകരണം സംഭവിച്ച ലോഹം ഏതാണ്, നിരോക്സീകരണം സംഭവിച്ച ലോഹം ഏതാണ്, പിന്നെ ഓക്സീകരണത്തിൻ്റെയും നിരോക്സീകരണത്തിൻ്റെയും സമവാക്യം എഴുതുക. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. പേജ് നമ്പർ 51 നോട്ട് ബുക്കിൽ എഴുതുക. ഇന്നത്തെ ഡേറ്റ് ഇടുക. ഈ ഓക്സീകരണ സംഖ്യ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഇത് നോക്കി പകർത്തില്ല, കാണാതെ എഴുതുക. അതിനുശേഷം ഓക്സീകരണം സംഭവിച്ച ലോഹം, നിരോക്സീകരണം സംഭവിച്ച ലോഹം എഴുതുക. പിന്നെ ഓക്സീകരണത്തിൻ്റെയും നിരോക്സീകരണത്തിൻ്റെയും സമവാക്യം എഴുതുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ഇവിടെ ഇതിൽ കോപ്പറിന് ഓക്സീകരണം സംഭവിച്ചു, സിൽവറിന് നിരോക്സീകരണം സംഭവിച്ചു. ഒരേ സമവാക്യത്തിൽ തന്നെയാണ് കോപ്പറിന് ഓക്സീകരണവും സിൽവറിന് നിരോക്സീകരണവും സംഭവിച്ചു. ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടന്നതുകൊണ്ട് അതിനെന്താ പറയുക, റിഡോക്സ് പ്രവർത്തനം. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇതിലെ ക്രിയാശീല ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്നവ ഏതെല്ലാം എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തി. ഇതിനാണ് ടീച്ചർ നിങ്ങളോട് പറഞ്ഞത് ക്രിയാശീല ശ്രേണിയുടെ ഓർഡർ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ എളുപ്പമുണ്ട്. മെഗ്നീഷ്യം ദണ്ട് അല്ലെങ്കിൽ മെഗ്നീഷ്യം പ്ലേറ്റ് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയേണ്ട കാര്യം എന്താണ്, മെഗ്നീഷ്യം ആണോ കോപ്പർ ആണോ മുകളിൽ? ക്രിയാശീല ശ്രേണിയിൽ ആരാണ് മുകളിൽ? നോക്കൂ, മെഗ്നീഷ്യം കോപ്പറിനേക്കാൾ മുകളിലാണ്. മെഗ്നീഷ്യത്തിന് എന്ത് സാധിക്കും? കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ആദേശം ചെയ്യാൻ മെഗ്നീഷ്യത്തിന് സാധിക്കും. കാരണം എന്താ, മെഗ്നീഷ്യം മുകളിലാണ്, ക്രിയാശീലം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഇവിടെ? മെഗ്നീഷ്യം കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചാൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. അടുത്തത് സിൽവർ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയണം സിൽവർ ആണോ കോപ്പർ ആണോ മുകളിൽ? സിൽവർ കോപ്പറിനേക്കാൾ താഴെയാണ്. ക്രിയാശീല ശ്രേണിയിൽ സിൽവർ കോപ്പറിനേക്കാൾ താഴെയാണ്. സിൽവറിന് ക്രിയാശീലം കുറവാണ്. സിൽവറിനെ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ആദേശം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളോട് എന്തെഴുതി വെക്കണം? നടക്കുന്നില്ല. ആദേശ രാസപ്രവർത്തനം നടക്കുന്നില്ല. അടുത്ത ചോദ്യം എന്താണ്? മെഗ്നീഷ്യം സിൽവർ സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്നു. മെഗ്നീഷ്യം റോഡ്, മെഗ്നീഷ്യം ദണ്ട് അല്ലെങ്കിൽ പ്ലേറ്റ് ഏതിൽ മുക്കി വെച്ചിരിക്കുന്നു? സിങ്ക് സൾഫേറ്റിൽ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ക്രിയാശീല ശ്രേണിയിൽ മെഗ്നീഷ്യം ആണോ സിങ്ക് ആണോ മുകളിൽ? അതിന് ഓർമ്മയുണ്ടാവണം, ക്രിയാശീല ശ്രേണി മെഗ്നീഷ്യം ഇവിടെ, സിങ്ക് താഴെ. അപ്പോൾ മെഗ്നീഷ്യം സിങ്കിനേക്കാൾ മുകളിലാണ്. മെഗ്നീഷ്യത്തിന് ക്രിയാശീലം കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും? മെഗ്നീഷ്യത്തിനെ സിങ്ക് സൾഫേറ്റിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ സാധിക്കും. അപ്പം എന്താണ്, മെഗ്നീഷ്യത്തിന് സിങ്ക് സൾഫേറ്റിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ സാധിക്കും. ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. അടുത്തത് മെഗ്നീഷ്യം സിൽവർ നൈട്രേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? ക്രിയാശീല ശ്രേണിയിൽ മെഗ്നീഷ്യം ആണോ സിൽവർ ആണോ മുകളിൽ? നോക്കി നോക്കൂ, ക്രിയാശീല ശ്രേണിയിൽ മെഗ്നീഷ്യം സിൽവറിനേക്കാൾ മുകളിലാണ്. മെഗ്നീഷ്യത്തിന് ക്രിയാശീലം കൂടുതലാണ്. മെഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ആദേശം ചെയ്യുന്നു. ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതണം? മെഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ആദേശം ചെയ്യുന്നു. ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. അടുത്തത് കോപ്പർ. കോപ്പർ മെഗ്നീഷ്യം സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ശരിയാണോ നോക്കൂടെ? കോപ്പർ മെഗ്നീഷ്യത്തിനേക്കാൾ താഴെയാണ്. ക്രിയാശീല ശ്രേണിയിൽ കോപ്പർ മെഗ്നീഷ്യത്തേക്കാൾ താഴെയാണ്. കോപ്പറിനെ ക്രിയാശീലം കുറവാണ്. കോപ്പറിനെ മെഗ്നീഷ്യം സൾഫേറ്റിൽ നിന്ന് മെഗ്നീഷ്യത്തെ ആദേശം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്? കോപ്പറിനെ മെഗ്നീഷ്യം സൾഫേറ്റിൽ നിന്ന് മെഗ്നീഷ്യത്തെ ആദേശം ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? കോപ്പറിന് ക്രിയാശീലം കുറവാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നില്ല, ആദേശ രാസപ്രവർത്തനം നടക്കുന്നില്ല. അപ്പോൾ കുട്ടികൾ നോട്ട് പുസ്തകത്തിലേക്ക് ഈ ചിത്രങ്ങൾ ഭയങ്കര ഭംഗിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇങ്ങനെ വരച്ച് വെക്കുക. ഇതൊക്കെ എഴുതി വെക്കുക. മെഗ്നീഷ്യം സിങ്ക് സൾഫേറ്റ് എന്ന് എഴുതി പട്ടിക 3.3 ലോഹം എന്നുള്ളത് ലായനി എന്നുള്ളത് എഴുതിയിട്ട് ആദേശ രാസപ്രവർത്തനം നടക്കില്ല എന്നുള്ളത് നോക്കി ക്രിയാശീല ശ്രേണി പഠിച്ചതിന് ശേഷം ഓർത്തിട്ട് തനിയെ ഫില്ല് ചെയ്യുക ഹോംവർക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക കുട്ടികളെ. താങ്ക് യു ഓൾ ഓഫ് യു.